സർഗ നന്നായിട്ട് പാടി. നമുക്ക് ചോദിക്കാം ജഡ്ജസിനോട്. ഓക്കെ ഹരിച്ചേട്ടാ അല്ല ചാക്കു ചേട്ടാ. സർഗ എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. മോള് നന്നായിട്ട് പഠിച്ച് പാടിയിട്ടുണ്ട്. നല്ല പിച്ച് പെർഫെക്റ്റ് ആയിരുന്നു. പല സ്ഥലത്ത് നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു. ചില നോട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്രുതിയാണ്. ശ്രുതി കറക്റ്റായിട്ട് അത് ചേർന്നില്ലെങ്കിൽ കേൾക്കുമ്പം വർക്കാവില്ല. അപ്പം അത് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു ഫ്രം ബിഗിനിങ് ടിൽ എൻഡ്. അപ്പോൾ അതിലാണ് ഞാൻ ഏറ്റവും, കാരണം ഈ പാട്ടൊക്കെ ഇത് എല്ലാം കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്കത്, കാരണം സുജാതാൻ്റെ അത്ര അടിപൊളിയായിട്ട് പാടി വെച്ചേക്കുന്നത്. ചരണത്തിലൊരു ലൈനില്ലേ, ആരാരും കാണാതെ കാത്തൊരു പൊന്മുത്തൽ, അത് അടിപൊളിയായിരുന്നു. കാരണം അത് ഏതായിരുന്നു അതിന്റെ മോളെ ഒന്ന് പാടിക്കത്. നൈസ്, അത് കറക്റ്റ് വീഴാൻ പാടാണ്. കറക്റ്റ് ആയിട്ടെ ശരിക്കും കീബോർഡിൽ വായിക്കുന്ന പോലെയാണ്. അതെ, അത്രയും കറക്റ്റ് ആയിരിക്കണം 3 നോട്ട്സ്. അത് മോള് സൂപ്പറായിട്ട് പാടി. എനിക്ക് പിന്നെ തോന്നിയത്, ഈ കണ്ടാലോ എല്ലായിടത്തും ഒരുപോലെ ഇങ്ങനെ
മിസ്സായത്. കണ്ടാ അത് എന്തായിരുന്നു പറ്റിയത്? ആരായിരുന്നു പഠിക്കേ? ആരാനും എങ്ങാനും കണ്ടാലോ. അത്ര സ്പീഡാണ്ട. കണ്ടാലോ കണ്ടാലോ. അതായത് ആ സ്പീഡ് നമുക്ക് കിട്ടണം. കണ്ടാ തരരരരര, ഇതാണ് നോട്ട്സ്. കണ്ടാലോ അത്രയും മതി. ഇതിപ്പോ കണ്ടാ റഷ് ഉണ്ട് അവിടെ, അത്ര റഷ് ചെയ്യണ്ട. ഒന്നുകൂടി സ്ലോ ആയിട്ടൊന്ന് പാടി നോക്കിയേ. ആരാനും എങ്ങാനും കണ്ടാലോ. അത് ആ പ്ലാൻലെസ് മോള് കണ്ടാലോയില് പ്ലാൻ ഉണ്ടല്ലോ, സംഗതി, ആ സംഗതിയുടെ സ്പീഡ് കുറയ്ക്കാനാ പറഞ്ഞത്. കണ്ടാലോ കണ്ടാലോ കണ്ടാലോ. അത്രയും സ്ലോയോ ആവരുത്, സ്പീഡോ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കണം. ആ മനസ്സിലായില്ല? അതൊന്ന് പോയി റെഫർ ചെയ്യണം, കാരണം അത് ശബ്ദമല്ലേ, നല്ല ശബ്ദമാണ്, പാടിക്കൊണ്ടിരിക്കും. എന്ത് രസമാണ്. രസമാണത്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ മോളെ എല്ലായിടത്തും ഒരുപോലെ തെറ്റിച്ചത്. പല്ലവി അനുപല്ലവി ഒക്കെ അവിടെ അത് മിസ്സായത്, കാരണം യു ആർ റഷിങ്. അത്ര റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. നൈസ്, സൂപ്പർ. താങ്ക് യു ശാഖു ചേട്ടാ. ഷാനിക്ക. സർഗ, എന്തോ ആദ്യം തന്നെ പറയട്ടെ, നല്ല ശബ്ദം മോളെ. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ നമുക്ക് നിർത്താൻ പറയാൻ പറ്റില്ല. അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കാനാണ്, പാടിപ്പിച്ചുകൊണ്ടിരിക്കാനാണ് നമുക്ക് തോന്നുക. നല്ല ശബ്ദം. എനിക്കും ഈ കണ്ടാലോ ആണ് എല്ലായിടത്തും കാണാൻ പറ്റാതെ പോയത്. അത് കണ്ടില്ല. അപ്പൊ ആ കണ്ടാലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്ലാനിൽ ചെറിയൊരു, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു റഷാണ് ഫീൽ ചെയ്തത്. അത് അത്രയും കുറച്ചുകൂടെ ഈസി ആവാം എന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ ഒന്ന് ഈസി ആയി കഴിഞ്ഞാൽ ആക്ച്വലി സർഗക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് കുറയണേ. അപ്പം അത്രയും റഷ് വേണ്ട അതിൽ. ചരണത്തിന്റെ ഫസ്റ്റ് ലൈനല്ലേ, പട്ടിട്ട് മൂടി പുതച്ചാലും ഉള്ളം കുളിരുന്നു. ഓ, കുളിർത്തൊങ്ങ് പണ്ടാറടങ്ങി മോളെ. ഭയങ്കര രസമായിരുന്നു ആ ലൈൻ സർഗ പാടിയത്, അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ നേരത്തെ ഹരി പറഞ്ഞ ആരാരും കാണാതെ അത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു നോട്ട് സ്ട്രക്ചറാണത്. അത് പ്രോപ്പറായിട്ട് വീണില്ലെങ്കിൽ നമ്മൾ അയ്യോ എന്നും പറഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് മോളത് വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എടുത്തു പറയേണ്ടത് ഡെഫിനറ്റ്ലി മോളുടെ ശബ്ദമാണ്. ഇന്ന് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് സർഗയുടെ വോക്കൽസ് ഇന്ന് വർക്ക് ചെയ്തത്. താങ്ക് യു സർ. അത്രേ ഉള്ളൂ മോളെ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. സർഗക്കുട്ടി എന്തോ അസലായി പടി. താങ്ക് യു. എനിക്ക് സർഗയോട് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടൊക്കെ ആസ് എ ലിറിസിസ്റ്റ് വലിയ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ എന്ത് സുന്ദരമായിട്ടാണ് ഓരോ പാട്ടിൻ്റെയും ലിറിക്സ് അതിന് അത്രയും ബഹുമാനം കൊടുത്ത് പഠിച്ച് പാടുന്നത്, ഒരു വാക്ക് പോലും തെറ്റാതെ. ഞാനിവിടെ ഇരുന്നിട്ട് എത്രയോ പാട്ടുകളായി കേൾക്കുന്നു, ഒരു പാട്ടിൽ പോലും ഒരു ലിറിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ച് പാടുന്നു എന്നുള്ളത് ഞാൻ ആസ് എ ലിറിസിസ്റ്റ് മാത്രമല്ല, പാട്ട് എഴുതുന്നവരുടെ ഒരു കുലം അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും. ഓളെ എന്തോ ഷാൻഭായ് പറഞ്ഞ പോലെ എന്ത് നല്ല ശബ്ദമാണ്. അതും പല ഈ തൂവെണ്ണക്കിണ്ണം എന്നൊക്കെ മോള്, അല്ലെങ്കിൽ കണ്ടാൽ കുറുമ്പൻ എന്നൊക്കെ മോള് പറയണ കേൾക്കാൻ എന്ത് രസമാണ്. ഗംഭീരമായിട്ട് അത്ര എക്സ്പ്രഷനോട് കൂടിയിട്ട് സുജാത ചേച്ചി പറഞ്ഞ ഇതാണ്. അതുപോലെ തന്നെ ഉള്ളം കുളിരുന്നു, ചന്ദനപ്പൂത്താലം കൈക്കലാക്കി, ഇതൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഉള്ളം കുളിരും. അത് നല്ല എന്തൊരു ഫീലാണ്, വലിയ സന്തോഷം. നന്നായി പാടി. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. സർഗ. എന്തോ നല്ല കമന്റ്സ്. ആ അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഷാഖു ചേട്ടാ. ലാസ്റ്റ് റൗണ്ട് എത്രയായിരുന്നു സർഗയ്ക്ക്? 9.5. ഓക്കെ, അപ്പൊ ഇന്ന് യു ആർ ഗെറ്റിംഗ് 9. താങ്ക് യു സർ. 0.5 അല്ലേ? ആ. ഷാനിക്ക. ആക്ച്വലി ആ 0.5 കൊണ്ടുപോയത് കണ്ടാലോ ആണ്. അത് കാണാത്തത് കൊണ്ട് അത് പോയി. അത് കണ്ടിരുന്നെങ്കിൽ 9.5 ആയനെ. അതെ, അത് കാണാത്തത് കൊണ്ട് 9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. സർഗക്കുട്ടി എന്തോ 9 out of 10. താങ്ക് യു. 27 മാർക്സ്. സൂപ്പർ, നല്ല മാർക്ക്. ഓക്കെ, അപ്പൊ ഇനി ഡുവറ്റ് റൗണ്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, പോകോ പ്രാക്ടീസ് ചെയ്തോ.